ഇപ്പോൾ വരുന്ന വാർത്ത രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിൽ ഹൈ അലർട്ടാണ് എന്നുള്ളതാണ്. ഈ ജമ്മു എയർബേസിൽ ഉണ്ടായ ആക്രമണ ശ്രമത്തിന് ശേഷം വിവിധ ഇടങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകൾ അയക്കുന്നു, നിർവീര്യമാക്കപ്പെടുന്നു. പിന്നീട് ജയ്സാൽമീറിൽ സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും F-16 വിമാനമടക്കം ഇന്ത്യ തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ലക്ഷ്യം കാണാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. തുടരെ ആക്രമണങ്ങൾ, മൾട്ടിപ്പിൾ അറ്റാക്കുകൾ നടത്തുന്നു. ജമ്മു മുതൽ ജയ്സാൽമീർ വരെ പാകിസ്ഥാൻ ഒറ്റയടിക്കാണ് ഈ ഡ്രോൺ ആക്രമണം നടത്തുന്നത്, മിസൈൽ ആക്രമണം നടത്തുന്നത്. അത് പരിപൂർണമായിട്ടെല്ലാം നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ. ജമ്മുവിൽ മാത്രം ഒതുങ്ങുന്നില്ല പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ മിനിറ്റിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ കൂടി വരികയാണ്. അതിനിടെയാണ് പാകിസ്ഥാന്റെ ഒരു വിമാനം വീഴ്ത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നത്. F-16 വിമാനം വീഴ്ത്തി, AF-17 വിമാനവും വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് എന്താണ് പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്? പുതിയ വിവരം ഈ 3 സ്ഥലങ്ങളിലും തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. F-16 വിമാനം ത്തിൽ നിന്നുള്ള ചില വെടിവെപ്പുകൾ ഉണ്ടായിരുന്നു. ഏതായാലും F-16 വിമാനത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ F-16 വിമാനത്തെ തിരിച്ചടിച്ചിരിക്കുന്നു. ഒപ്പം ഈ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബട്ടിണ്ട, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. കനത്ത ഒരു സംഘർഷ സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത്. ജമ്മുവിലും ജയ്സാൽമീറിലും പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 8 മിസൈലുകൾ വന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അത് ഇനിയും ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും ഇത് നിയന്ത്രിക്കാനുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും ഈ ആക്രമണം കനക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഡ്രോണുകളുടെ പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. ശ്രീനഗറിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലൊരു ഡ്രോൺ കൂടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അരീന മിലിറ്ററി ബേസിലേക്ക് ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു. അതെല്ലാം തന്നെ ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. യുദ്ധം ഇനി അധികം വ്യാപിപ്പിക്കില്ല എന്ന പ്രഖ്യാപനങ്ങൾ പാകിസ്ഥാൻ അമ്പയെ ലംഘിക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. പ്രകോപനപരമായി അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നു. ശ്രീനഗർ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ വന്നത്. ശ്രീനഗർ എയർപോർട്ടിന് സമീപത്ത് 16 സ്ഥലങ്ങളിൽ ശബ്ദം കേട്ടു എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നു. ജയ്സാൽമീർ, രാജസ്ഥാനിലും ഇതുപോലെ സമാന രീതിയിൽ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത്. അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ഈ കരാറിന്റെ, വെടിനിർത്തൽ കരാറിന്റെ നഗ്നവും പൂർണ്ണവുമായ ലംഘനം എന്നാണ് വ്യക്തമാകുന്നത്. പൂഞ്ചിലും തങ്ധാറിലും അവിടെ അതിർത്തി കടന്നുള്ള വെടിവെപ്പിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇന്ത്യൻ എയർ ഡിഫൻസ് ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോകുന്നു. വളരെ നിർണായകമായ സമയം. ജയ്സാൽമീറിൽ വ്യാപകമായാണ് ഇത്തരം ഷെല്ലിംഗ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. വ്യാപകമായ ആർട്ടിലറി ഫയറിംഗ് ജയ്സാൽമീറിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അരീന മിലിറ്ററി ബേസിൽ ആണ് അറ്റാക്ക് നടന്നത്. അവിടെയും ശക്തമായ പ്രതിരോധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നതും വളരെയധികം ശ്രദ്ധേയമാണ്. F-16J, F-17 എന്നീ വിമാനങ്ങൾക്ക് നേരെ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായി. അത് ശക്തമായി പ്രതിരോധിക്കാനാണ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഇത് എത്രമാത്രം വ്യാപകമാണ് ഈ ആക്രമണം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കും. അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ശക്തിയും എത്രയാണെന്ന് വ്യക്തമാക്കും. മറിച്ച് അതോടൊപ്പം തന്നെ എത്ര ഫലപ്രദമായി ഇത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതുകൂടി ഒരു വിശകലനം ഉണ്ടാകും. ഏതായാലും ബോർഡറിൽ പൂഞ്ചിൽ, താങ്ധാറിൽ വെടിവെപ്പ് തുടരുന്നു. അതിർത്തി കടന്നുള്ള നഗ്നമായ കരാർ ലംഘനം, വെടിവെപ്പ് തുടരുന്നു എന്ന വാർത്ത വരുന്നു. സൈന്യം ശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അപ്പം 3 സ്ഥലങ്ങളിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ, ജമ്മുവിൽ 3 സ്ഥലങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ആക്രമണം, ശക്തമായ ആക്രമണം വരുന്നു. അത് തടയാനുള്ള തീവ്രമായ ശ്രമം S-400
സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു. അപ്പോൾ ഇത് ഫലപ്രദമായ ഒരു തിരിച്ചടി അടുത്ത ഘട്ടങ്ങളിൽ പാകിസ്ഥാന് നേരെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അപായ സൈറനുകൾ കിട്ടിയ സാഹചര്യത്തിൽ ജമ്മുവിലെയും അതുപോലെ തന്നെ പത്താൻകോട്ടിലെയും ആളുകൾ അതീവ ജാഗ്രതയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. സാംബുവിലും കുപ്വാരയിലും ഷെല്ലാക്രമണം രൂക്ഷമാണ് എന്ന വിവരങ്ങൾ വരുന്നു. ഉധംപൂരിലും അഗ്നൂറിലും വെടി ഉതിർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാന്റെ F-16 വിമാനമാണ് ഈ ആക്രമണത്തിന് പ്രധാനമായി ഉപയോഗിച്ചത്. F-17 വിമാനവും ആക്രമണത്തിന് ഉപയോഗിച്ചിരുന്നു. രണ്ടും S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി ഈ ആക്രമണങ്ങൾ ചെറുത്തു എന്നാണ്. ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിടാൻ കഴിഞ്ഞുവെന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം ഇത് എവിടെ പതിച്ചു, എത്ര പാകിസ്ഥാനിൽ എത്ര ആഘാതമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഏതായാലും തിരിച്ചടി ഉറപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അന്തരീക്ഷത്തിൽ ആകാശത്ത് നെറികെട്ട രാജ്യത്തിന്റെ നെറ്റിയിൽ ആഘാതം എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് जितनी लाइटें हैं उनको ऑफ करें. अगर कोई इन्वर्टर की लाइट ऑन है उसको भी ऑफ रखेंगे, बैटरी की लाइट है उसको भी ऑफ रखेंगे. गाड़ियां जो उस वक्त रोड पे चलेंगी वो वहीं पे रुक जाएंगी और अपनी लाइट्स ऑफ कर देंगी. घबराने की बिल्कुल भी जरूरत नहीं है. ये सिर्फ एक मॉक ड्रिल है. जितने भी रिलीजियस इदारे हैं, मंदिर हैं, मस्जिद हैं, वो भी अपनी अपनी लाइट. आप सभी से अनुरोध है कि आप अपने अपने घरों में जितनी लाइटें हैं उनको ऑफ करें. अगर कोई इन्वर्टर की लाइट ऑन है उसको भी ऑफ रखेंगे, बैटरी की लाइट है उसको भी ऑफ रखेंगे. गाड़ियां जो उस वक्त रोड पे चलेंगी.